പീപ്പിൾ എക്സ്ക്ലൂസീവ് ചീഫ് സെക്രട്ടറി സ്വത്തുവിവരം മറച്ചുവെച്ചതിന് തെളിവ് പീപ്പിൾ പുറത്തുവിട്ടു. 2012, 13, 14 വർഷങ്ങളിലെ സ്വത്തുവിവര വെളിപ്പെടുത്തൽ കൊച്ചിയിലെ വെല്ലിംഗ്ടൺ എൻക്ലേവിലെ ഫ്ളാറ്റ് സംബന്ധിച്ച വിവരങ്ങൾ ചീഫ് സെക്രട്ടറി മറച്ചുവെച്ചു. ചീഫ് സെക്രട്ടറിയുടെ ഭാര്യ രഞ്ജനയുടെ പേരിലുള്ള ഫ്ളാറ്റിന്റെ ആധാരം പീപ്പിൾ പുറത്തുവിട്ടു. ചട്ടപ്രകാരം ചീഫ് സെക്രട്ടറി ഭാര്യയുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്തുവിവരങ്ങൾ വെളിപ്പെടുത്തണം. കൊച്ചിയിലെ ഫ്ളാറ്റ് സംബന്ധിച്ച വിവരം മറച്ചുവെച്ചതോടെ ചീഫ് സെക്രട്ടറി ചെയ്തത് ഗുരുതരമായ കുറ്റം. ഇതേ കുറ്റത്തിന് മധ്യപ്രദേശിൽ IAS ഉദ്യോഗസ്ഥനെ കേന്ദ്ര സർക്കാർ പുറത്താക്കിയിരുന്നു. ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ സ്വത്ത് വിവരം സർക്കാരിൽ നിന്ന് മറച്ചുവെച്ചതിന്റെ രേഖകളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. 2011 ജൂൺ 24 ഭാര്യ രഞ്ജന ഭരത് ഭൂഷന്റെ പേരിലാണ് എറണാകുളം തേവരയിൽ ഭരത് ഭൂഷൺ ഫ്ളാറ്റ് വാങ്ങിയത്. തേവര വെല്ലിംഗ്ടൺ എൻക്ലേവിന്റെ 12ാം നിലയിലെ ഫ്ളാറ്റിന് ഏകദേശം 10,000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള ഫ്ളാറ്റിന് ഇന്ന് 4 മുതൽ 5 കോടി രൂപ വരെ വിലമതിക്കും. സ്വത്ത് വെളിപ്പെടുത്തിക്കൊണ്ട് 2011 സമർപ്പിച്ച രേഖകളിൽ ഈ ഫ്ളാറ്റിനെ കുറിച്ച് പറയുന്നുമുണ്ട്. എന്നാൽ 2012 മുതൽ 2014 വരെ സമർപ്പിച്ച രേഖകളിൽ കൊച്ചിയിലെ ഫ്ളാറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെച്ചു. സ്വത്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഭരത് ഭൂഷൺ മാധ്യമങ്ങൾക്ക് വിശദീകരണ കുറിപ്പ് നൽകിയിരുന്നു. ഇതിലും കൊച്ചിയിലെ ഫ്ളാറ്റിനെ കുറിച്ച് പരാമർശമില്ല. IAS ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിലെ വകുപ്പ് 16 അനുസരിച്ച് ഉദ്യോഗസ്ഥരുടെയും ഭാര്യയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അറിയിക്കണം. സ്വത്ത് വിവരം വെളിപ്പെടുത്താതിരിക്കുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ്. സർക്കാരിന് ചീഫ് സെക്രട്ടറിയെ പുറത്താക്കാം, വിജിലൻസിന് സ്വമേധയാ കേസെടുക്കാം. സമാനമായ സാഹചര്യത്തിൽ മധ്യപ്രദേശിൽ 2 IAS ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. NV ബാലകൃഷ്ണൻ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചീഫ് സെക്രട്ടറി സ്വത്തുവിവരങ്ങൾ മറച്ചുവെച്ചത് ഗുരുതര തെറ്റെന്ന് PC ജോർജ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരെന്നും തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും PC ജോർജ് പീപ്പിളിനോട് പറഞ്ഞു. ചീഫ് സെക്രട്ടറിക്കെതിരായ ആരോപണങ്ങൾ CBI അന്വേഷിക്കണമെന്ന് PC ജോർജ് ആവശ്യപ്പെട്ടു. അതേസമയം ചീഫ് സെക്രട്ടറി സ്വത്തുവിവരം മറച്ചുവെച്ചത് ഗുരുതര കുറ്റമെന്ന് മുൻ ചീഫ് സെക്രട്ടറി വിജയൻ ഉണ്ണി പറഞ്ഞു. ചീഫ് സെക്രട്ടറി അങ്ങനെ സ്വത്തുവിവരം മറച്ചു വെച്ചിട്ട് അദ്ദേഹം ശിക്ഷിക്കപ്പെടുക സംശയിക്കുന്നത്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരല്ലേ. ചീഫ് സെക്രട്ടറി അതിന് കൊമ്പൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ അന്വേഷണം CBIക്ക് അങ്ങ് വിട്ടുകൊടുത്താൽ സംഭവം ശരിയാവുന്ന എന്റെ അഭിപ്രായം. ഇതിപ്പോ ആധാരം നോക്കിയാൽ പോരെ. ഈ ആധാരം നോക്കുന്നതിന് ഇപ്പം ലോകായുക്ത കൊടുത്താൽ മതി. വേറെ പുറത്തോട്ട് ലോകായുക്തത്തിൽ ഗവൺമെന്റിനെ കൊടുത്ത് അന്വേഷിച്ചിട്ട് അതിന് നടപടി സ്വീകരിക്കണം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാനത്ത് നിന്ന് ആ വ്യക്തി മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഇവിടെ ഒരു സംശയം വരുന്നത് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉമ്മൻചാണ്ടി അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ബലമായിട്ടുള്ള സംശയം ജനങ്ങൾക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ടാവുന്നത്. കാരണം മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി മാത്രമായിരുന്ന സമയത്ത് അന്ന് ചീഫ് സെക്രട്ടറിക്കെതിരെ ഉദ്യോഗസ്ഥൻ പല വാർത്തകളും ലീക്ക് ചെയ്യുകയുണ്ടായി. പക്ഷെ ആ സമയത്ത് ഉമ്മൻചാണ്ടി ചീഫ് സെക്രട്ടറി, അന്നത്തെ സത്യസന്ധനായിരുന്ന ചീഫ് സെക്രട്ടറിയെ സംരക്ഷിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം ഈ സെക്രട്ടറിയാണ് അന്ന് ഉമ്മൻചാണ്ടി സംരക്ഷിച്ചത്. IAS അസോസിയേഷൻ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ക്ലിഫ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. IASകാർ തമ്മിലുള്ള ചേരിപ്പോര് ചർച്ചയിലൂടെ രമ്യമായി പരിഹരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. രാത്രി IAS അസോസിയേഷൻ പ്രതിനിധികളുമായി ക്ലിഫ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പ്രശ്നപരിഹാരത്തിന് ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ KM ചന്ദ്രശേഖരനുമായി ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. IAS ഉദ്യോഗസ്ഥരുടെ ചേരിപ്പോര് സംസ്ഥാനത്ത് ഭരണസ്തംഭനത്തിനിടയാക്കിയെന്ന പ്രതിപക്ഷ ആക്ഷേപം നിലനിൽക്കെ ഉദ്യോഗസ്ഥ തല തർക്കങ്ങൾ അനുവദിക്കാൻ കഴിയില്ലെന്നും തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ചീഫ് സെക്രട്ടറിക്കെതിരെയുള്ള പരാതി സർക്കാർ ഗൗരവമായി കാണണമെന്ന് അസോസിയേഷൻ പ്രതിനിധികൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു ഉറപ്പും മുഖ്യമന്ത്രി അസോസിയേഷൻ ഭാരവാഹികൾക്ക് നൽകിയില്ല. അസോസിയേഷൻ പ്രസിഡന്റ് ടോം ജോസ്, ജനറൽ സെക്രട്ടറി N പ്രശാന്ത് എന്നിവർക്ക് പുറമെ സുരേഷ് കുമാർ, രാജു നാരായണസ്വാമി, ആശാ തോമസ് തുടങ്ങിയവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി സോമസുന്ദരം IAS ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിലും ചീഫ് സെക്രട്ടറിക്കെതിരെയുള്ള പരാതികളാകും സജീവ ചർച്ചയാകുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ് വീണ്ടും DLFന്റെ ഭൂമി കയ്യേറ്റം. പൊതുവഴി കെട്ടിയടച്ചാണ് കൊച്ചിയിൽ DLF ഭൂമി കയ്യേറിയത്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് കയ്യേറ്റം. കോടതി ഉത്തരവുണ്ടായിട്ടും കയ്യേറ്റം ഒഴിപ്പിക്കാൻ സർക്കാർ നടപടിയില്ല. കാക്കനാട് TV സ്റ്റേഷന് മുൻവശം സീപോർട്ട് എയർപോർട്ട് റോഡിന് സമാന്തരമായുള്ള സർവീസ് റോഡാണ് 2010 മുതൽ DLF കയ്യേറിയിരിക്കുന്നത്. DLF അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണം നടക്കുന്നിടത്തേക്കുള്ള പ്രവേശനാർത്ഥമാണ് കമ്പനി പൊതുവഴി കെട്ടിയടച്ചിരിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള കയ്യേറ്റം ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും കയ്യേറ്റം ഒഴിപ്പിക്കാൻ കോടതി കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. കോടതി നിർദ്ദേശപ്രകാരം അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന PI ഷേഖ് പരീദ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് പുറത്തിറക്കിയ ഉത്തരവിൽ
കയ്യേറ്റം നിർബാധം തുടരുകയാണെന്ന് പ്രദേശവാസിയായ വേണു പറഞ്ഞു. ഈ റോഡിൻ്റെ നടുക്ക് മണ്ണിട്ട് ഉയർത്തി റോഡ് രണ്ടായി തിരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. അപ്പോൾ ഞങ്ങളുടെ വീടുകളിലേക്ക് പോകാനുള്ള വഴി തടസ്സപ്പെടുത്തിയത്. ഈ കളക്ടർ ഇത് വന്ന് സ്ഥലം വന്ന് സന്ദർശിച്ച് കണ്ടെങ്കിലും ഈ മണ്ണിട്ട് ഉയർത്തിയത് ആ ഉത്തരവിൽ പറഞ്ഞില്ല. ഇത് പൊതുവഴിയാണ്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന വഴിയാണ് എന്നുള്ള രീതിയിലുള്ള ഉത്തരവാണ് പാസ്സാക്കിയത്. DLF കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള പട്ടയഭൂമി മണ്ണിട്ട് നികത്തുന്നതോടൊപ്പം കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് സർക്കാർ പുറമ്പോക്കും കയ്യേറ് നികത്തുകയാണെന്നും അഭിഭാഷകൻ TR രഞ്ജിത്ത് പറഞ്ഞു. ഈ കെട്ടിടം ഇരിക്കുന്നതും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു ഭാഗങ്ങളും ഈ ഗാർഡൻ ഇരിക്കുന്നതുമൊക്കെ സർക്കാർ പുറമ്പോക്കാണ്. ഇത് മൊത്തത്തിൽ ഏകദേശം ഒരു 50-60 സെൻറ്റോളം അവരുടെ കൈവശമാണ് ഇരിക്കുന്നത്. ആ കയ്യേറ്റം ഒഴിപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനും ജില്ലാ റവന്യൂ അധികാരികൾക്കും ജില്ലാ കളക്ടർക്കും തഹസിൽദാർക്കും ഒക്കെ ഉണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ പരാതി ഉന്നയിച്ച ജനങ്ങൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നിട്ടുള്ളത്. 2003-ലും 2011-ലെയും കേസുകൾ ഉണ്ടായത് ഹൈക്കോടതിയുടെ ഇടപെടലുകൾ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ DLF എന്ന സ്വകാര്യ സ്ഥാപനത്തിന് സർക്കാർ റവന്യൂ അധികൃതർ 5 സെന്റോളം ഭൂമി പതിച്ചു കൊടുക്കുകയുണ്ടായി. ഒരു പതിറ്റാണ്ട് മുമ്പ് തന്നെ ഇവിടം കയ്യേറ്റമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല. ആരെയാണ് സർക്കാർ ഭയക്കുന്നത്? അല്ലെങ്കിൽ ആരുടെ താല്പര്യമാണ് സർക്കാർ സംരക്ഷിക്കുന്നത്? അതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായി ഉയരുന്ന ചോദ്യം. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിനേഷ് നേതാജിക്കൊപ്പം KM ഉമേഷ്. രാജ്യത്ത് പഞ്ചസാരയുടെ വില ഉയരും. പഞ്ചസാരയുടെ ഇറക്കുമതി തീരുവ 15% നിന്ന് 40% വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ് വില ഉയരാൻ കാരണം. കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി രാംവിലാസ് പസ്വാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ബജറ്റിൽ പുതിയ പ്രഖ്യാപനം വരുന്നതുവരെ ആഭ്യന്തര വിപണിയിൽ പഞ്ചസാരയുടെ വില കിലോയ്ക്ക് 3 രൂപയായിരിക്കും വർദ്ധിക്കുക. റെയിൽ ചരക്കുകൂലി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമായതിനെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിലക്കയറ്റം പിന്നീട് സഭ ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. അതേസമയം അരിവില വർദ്ധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് നിയമസഭയിൽ പറഞ്ഞു. ഡെപ്യൂട്ടി കളക്ടർ പ്രസന്നകുമാറിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രതിപക്ഷത്തു നിന്നും എളമരം കരീമാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി സംസാരിച്ചത്. ചരക്കുകൂലി വർദ്ധിപ്പിച്ചതോടെ സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമാകുമെന്ന് എളമരം കരീം പറഞ്ഞു. നിലവിൽ വിലക്കയറ്റം ജനജീവിതത്തെ ദുസ്സഹമാക്കിയിട്ടുണ്ട്. ചരക്കുകൂലി വർദ്ധിപ്പിച്ചതോടെ സാധനവിലകൾ ഇനിയും വർദ്ധിക്കും. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും എളമരം കരീം ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ പ്രതിഷേധം കേരള നിയമസഭ ഒരുമിച്ച് നിന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. കേരളത്തിന് റിലീഫ് കിട്ടണമെന്ന് നമുക്ക് ഈ സഭ ആവശ്യപ്പെടണമെന്നാണ് എൻ്റെ ഡിമാൻഡ്. അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഗവൺമെന്റിന്റെ ഒരു പ്രമേയം ഈ സഭയിൽ കൊണ്ടുവരണം. ചരക്കുകൂലി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ അരിവില കൂടാൻ സാധ്യതയുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നിയമസഭയെ അറിയിച്ചു. സർ, ഇതെല്ലാ മേഖലകളിലും സ്വാഭാവികമായിട്ടും സ്തംഭനാവസ്ഥയും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. സംസ്ഥാനത്തിന്റെ ആശങ്ക അറിയിച്ച് കേന്ദ്രത്തിന് കത്തെഴുതുമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പു നൽകി. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ വിജിലൻസ് ചോദ്യം ചെയ്ത ഡെപ്യൂട്ടി കളക്ടർ പ്രസന്നകുമാറിന്റെ മരണത്തെക്കുറിച്ച് DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി നിയമസഭയെ അറിയിച്ചു. വി ശിവൻകുട്ടി MLA ആണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിന്റെ പോക്കുവരവ് അനുവദിച്ചതെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ. അതേസമയം കരുണ എസ്റ്റേറ്റിന് പോക്കുവരവ് നൽകിയതിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് മുൻ വനമന്ത്രി KB ഗണേഷ് കുമാറും TN പ്രതാപനും ആവശ്യപ്പെട്ടു. കള്ളപ്പണ നിക്ഷേപകരുടെ പട്ടിക കൈമാറണമെന്നാവശ്യപ്പെട്ട് സ്വിറ്റ്സർലൻഡ് സർക്കാരിന് കത്തയക്കുമെന്ന് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി. സ്വിസ് സർക്കാരിൽ നിന്ന് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. അതേസമയം സ്വിസ് സർക്കാർ കള്ളപ്പണ നിക്ഷേപകരുടെ പട്ടിക തയ്യാറാക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് സ്വിസ് ധനകാര്യമന്ത്രി മരിയോ ടോറും വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡ് സർക്കാർ കള്ളപ്പണം നിക്ഷേപിച്ച ഇന്ത്യക്കാരുടെ പട്ടിക തയ്യാറാക്കി വരികയാണെന്നും ഉടൻ തന്നെ ഇത് ഇന്ത്യൻ സർക്കാരിന് കൈമാറുമെന്നുമായിരുന്നു മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വിസ് സർക്കാരുമായി ഇതുവരെ ആശയവിനിമയം നടത്തിയിട്ടില്ലെന്ന് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി. കള്ളപ്പണ നിക്ഷേപകരുടെ പട്ടിക ആവശ്യപ്പെട്ട് സ്വിസ് സർക്കാരിന് കത്തയക്കുമെന്നും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. കള്ളപ്പണ നിക്ഷേപകരായ ഇന്ത്യക്കാരുടെ പട്ടിക തയ്യാറാക്കി വരികയാണെന്ന വാർത്തകൾ സ്വിറ്റ്സർലൻഡ് സർക്കാരും നിഷേധിച്ചു. അത്തരത്തിലൊരു നീക്കം സ്വിസ് സർക്കാർ ആരംഭിച്ചിട്ടില്ലെന്നും ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഞെട്ടിച്ചുവെന്നുമാണ് സ്വിസ് ധനകാര്യ മന്ത്രാലയ വക്താവ് മരിയോ ടോർ വ്യക്തമാക്കിയത്. 14,000 കോടി രൂപയുടെ കള്ളപ്പണം ഇന്ത്യക്കാർ സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 40% വർധനവാണ് കള്ളപ്പണ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഉണ്ടായത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം കള്ളപ്പണ നിക്ഷേപത്തെ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഇന്ത്യ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച കാര്യം അറിയാമെന്നും എന്നാൽ ഇതുവരെ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും സ്വിസ് ധനകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിജിലൻസ് കേസിൽ
പ്രതിയായിരുന്ന മുൻ VHSC ഡയറക്ടർ മോഹൻ എബ്രഹാമിനെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ അക്കാദമിക് രജിസ്ട്രാറായി നിയമിക്കാൻ ഗവേണിംഗ് ബോഡിയിൽ തീരുമാനം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ താൽപര്യപ്രകാരമാണ് ഗവേണിംഗ് ബോഡി ഈ തീരുമാനമെടുത്തത്. അതേസമയം IASന് മോഹൻ എബ്രഹാമിന് യോഗ്യതയില്ലെന്ന് മുൻ ചീഫ് സെക്രട്ടറി നീല ഗംഗാധരൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. VHSC ഡയറക്ടറായിരിക്കെ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വാങ്ങിയതിലും ഇദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് നിയോഗിക്കപ്പെടുന്നവർക്ക് യോഗ്യതയില്ലെന്ന ആക്ഷേപം ശക്തമായി നിലനിൽക്കെയാണ് മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് വിജിലൻസ് കേസ് പ്രതിയായിരുന്ന മുൻ VHSC ഡയറക്ടർ മോഹൻ എബ്രഹാമിനെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ അക്കാദമിക് രജിസ്ട്രാറായി നിയമിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനും വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചെയർമാനും അഡീഷണൽ ചീഫ് സെക്രട്ടറി KR എബ്രഹാം സെക്രട്ടറിയുമായ ഗവേണിംഗ് ബോഡിയാണ് വിവാദ നിയമനത്തിന് തീരുമാനമെടുത്തത്. മോഹൻ എബ്രഹാമിനെ നിയോഗിച്ചത് അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥിരീകരിച്ചു. KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ഈ അക്കാദമിക് രജിസ്ട്രാറായിട്ട് മോഹൻ എബ്രഹാമിനെ നിയോഗിച്ചിട്ടുണ്ടോ? രജിസ്ട്രാർ അക്കാദമിക് ആയിട്ട്. അത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ലേ? ഇതിന് എന്ത് ശമ്പളം വരും സാർ? സാർ, ഇദ്ദേഹത്തിനെതിരെ നേരത്തെ വിജിലൻസ് കേസുകളൊക്കെ ഇല്ലായിരുന്നോ? അതെനിക്ക് സൂക്ഷ്മം അറിയത്തില്ല. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന പുള്ളിയുടെ അക്കാദമിക് കോർഡിനേഷന് വേണ്ടി മാത്രം. അക്കാദമിക് കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ കോഴ്സുകൾ നടത്തണം, അതിനു വേണ്ടിയിട്ടാണ്, അല്ല അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടല്ല. അതേസമയം IASന് മോഹൻ എബ്രഹാമിന് യോഗ്യതയില്ലെന്ന് നീല ഗംഗാധരൻ ചീഫ് സെക്രട്ടറി ആയിരിക്കെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിൽ സേവനം അനുഷ്ഠിക്കാത്ത മോഹൻ എബ്രഹാം വിജിലൻസ് കേസുകളിൽ പ്രതിയാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തൊഴിൽ മന്ത്രിയെ മാറ്റണമെന്ന് INTUC പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. മന്ത്രി ഷിബു ബേബി ജോണിന് ചിത്തഭ്രമമാണെന്നും R ചന്ദ്രശേഖരൻ പറഞ്ഞു. അതേസമയം ആലപ്പുഴയിൽ INTUC പ്രവർത്തകർ ഷിബു ബേബി ജോണിന്റെ കോലം കത്തിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ലിംഗനിർണ്ണയം നടത്താൻ പ്രാപ്തിയുള്ള ഒരു ബിഷപ്പുരനല്ല, എനിക്കതിനുള്ള ശേഷിയില്ല. ഇങ്ങനെയൊരു ലിംഗവിശേഷണത്തിന് അർഹതപ്പെട്ട ഒരാളാണോ ഞാൻ INTUC രംഗത്ത് വന്നതിന് ശേഷം എന്നുള്ളത് INTUC തൊഴിലാളികൾക്കറിയാം. അദ്ദേഹത്തിന് സംശയം വല്ലതും ഉണ്ടെങ്കിൽ അത് KPCC പ്രസിഡന്റിനോടോ മുഖ്യമന്ത്രിയോടോ എൻ്റെ പാർട്ടി നേതാക്കന്മാരോട് ചോദിക്കും. എനിക്കങ്ങനെ ഒരു വൈകല്യം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് പിൻവലിക്കും. വെള്ളിയാഴ്ച മുതൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്ന് വൈദ്യുത മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിയമസഭയിൽ പറഞ്ഞു. ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനായി കായംകുളത്ത് നിന്ന് കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങുമെന്നും ആര്യാടൻ വ്യക്തമാക്കി. അതേസമയം കായംകുളം താപവൈദ്യുത നിലയത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. 150 മെഗാവാട്ട് വൈദ്യുതിയായിരിക്കും ഇവിടെ നിന്ന് KSEB വാങ്ങുക. നേരത്തെ NTPCയുടെ പ്രവർത്തനം നിലച്ചത് സംബന്ധിച്ച് പീപ്പിൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി കായംകുളം താപവൈദ്യുത നിലയത്തിന്റെ പ്രവർത്തനം നിശ്ചലമായിരുന്നു. KSEB NTPCയിൽ നിന്നും വൈദ്യുതി വാങ്ങേണ്ട എന്ന നിർദ്ദേശം നൽകിയതിനെ തുടർന്നായിരുന്നു ഇത്. എന്നാൽ NTPCയുടെ പ്രവർത്തനം നിലച്ച വാർത്ത കൈരളി പീപ്പിൾ പുറത്തുവിട്ടതോടെയാണ് ഈ മാസം 27 മുതൽ പവർ കട്ട് ഒഴിവാക്കാനും NTPCയിൽ നിന്നും വൈദ്യുതി വാങ്ങാനും സർക്കാർ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് NTPCക്ക് ലഭിച്ചു കഴിഞ്ഞു. NTPCയിൽ വൈദ്യുതി ഉൽപ്പാദനവും ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ 150 മെഗാവാട്ട് വൈദ്യുതിയാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. NTPC ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അധിക ചാർജ് നൽകി വാങ്ങേണ്ട എന്ന തീരുമാനത്തിലാണ് കഴിഞ്ഞ 3 ദിവസം മുൻപ് KSEBയുടെ നിർദ്ദേശത്തെ തുടർന്ന് NTPCയുടെ പ്രവർത്തനം നിശ്ചലമായത്. സാധാരണഗതിയിൽ മഴക്കാലത്ത് KSEB അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സാഹചര്യത്തിൽ NTPCയിൽ നിന്നും വൈദ്യുതി വാങ്ങാറില്ലായിരുന്നു. എന്നാൽ ഇത്തവണ മഴക്കാലത്തും വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലും NTPCയുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് NTPCയിൽ നിന്നും വൈദ്യുതി വാങ്ങാൻ മന്ത്രി ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.